വെൽക്കം ടു ജൂലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണസദ്യയിലെ ഒരു പ്രധാന വിഭവമായ വടുകപ്പുളി നാരങ്ങാച്ചാറാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. വടുകപ്പുളി നാരങ്ങാച്ചാർ തയ്യാറാക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വടുകപ്പുളി നാരങ്ങ, പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, 3 വറ്റൽമുളക്, 2 തണ്ട് കറിവേപ്പില, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, എള്ളെണ്ണ 100 ml, 1 ടീസ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ ശർക്കര, ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ വാളൻപുളി. ആദ്യം നമുക്ക് ഈ വാളൻപുളിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർത്തി വയ്ക്കാം. ഈ വടുകപ്പുളി നാരങ്ങയുടെ അറ്റമൊന്ന് മുറിച്ചു മാറ്റാം. 2 സൈഡിലും അതേപോലെ മുറിച്ചു മാറ്റാം കേട്ടോ. ഇനി നമുക്കിത് നെടുകെ മുറിക്കാം. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കണം. എത്ര തിന്നായിട്ട് മുറിക്കുന്ന അത്രയും നല്ലതാട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞു തിന്നായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സീഡ്സ് ഒക്കെ എടുത്ത് മാറ്റണം കേട്ടോ. ഉണ്ടോ, സീഡ്സ് ഒക്കെ വീണ് കഴിഞ്ഞാലേ കുരു വീണാൽ കഴിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഇതിൻ്റെ നടുക്ക് ഒരു വെള്ള നിറത്തിൽ ഒരു ചെറിയൊരു ലെയർ ഉണ്ടാവില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. ഉണ്ടോ, അപ്പോൾ കഴിക്കില്ല. ഉണ്ടോ, ഇതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം. ചൂടായ കടായിലേക്ക് ആദ്യം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇടാം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നാരങ്ങ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇതിൽ തന്നെ കിടന്ന് മെൽറ്റായിക്കോളൂ കേട്ടോ. ഇനി കായത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം എണ്ണയിൽ ഉലുവാപ്പൊടി മൂപ്പിച്ചിടാം. നമുക്ക് അല്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയാൽ മതി, അല്ലെങ്കിൽ ഉലുവാപ്പൊടി കരിഞ്ഞു പോവും. ഇനി നമുക്കിത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ സൂപ്പർ വടുകപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായാൽ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഈ വടുകപ്പുളി അച്ചാർ തയ്യാറാക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.